ഹലോ ഗായ്സ്, ഇന്ന് മ്യൂസിക് റിയാക്റ്റീവ് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് BC547 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററും കേട് റെസിസ്റ്ററും എടുത്തിട്ടുണ്ട്. കണ്ടൻസർ മൈക്ക് എടുത്തിട്ടുണ്ട്. കണ്ടൻസർ മൈക്കിൽ 2 ചെമ്പ് കമ്പി വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പച്ചയും നീലയും LED എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൈക്കിൻ്റെ നെഗറ്റീവ് ഭാഗം BC547 ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെഗിലോട്ട്, പോസിറ്റീവ് ഭാഗം സെൻറ്ററിലുള്ള ലെഗിലോട്ട് സോൾഡർ ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൽ മൂന്നാമത്തെ ലെഗിൽ കണ്ടൻസർ മൈക്കിൻ്റെ നെഗറ്റീവും ഈ നടുക്കത്തെ പിന്നിൽ കണ്ടൻസർ മൈക്കിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു 100K റെസിസ്റ്റർ സോൾഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 100K റെസിസ്റ്ററും സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അടുത്തതായിട്ട് നമുക്ക് ഈ LED അതിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ 100K റെസിസ്റ്ററിലോട്ട് ഈ LEDയുടെ പോസിറ്റീവും നമുക്ക് ഈ LED നെഗറ്റീവ് ഈ പിന്നിലോട്ടുമാണ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഈ LED എല്ലാം കണക്ട് ചെയ്തു. അടുത്തതായിട്ട് പവർ സപ്ലൈയുടെ കണക്ഷനാണ്. ഇവിടെ ആയിട്ട് നെഗറ്റീവും ഈ LEDയുടെ പോസിറ്റീവിലോട്ട് പോസിറ്റീവ് പവർ സപ്ലൈയും കൂടി കൊടുക്കണം. വയറൊക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12 വോൾട്ടേജ് DC അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ടറിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുക. ഗായ്സ്, ഇനി നമുക്കത് ഊതി നോക്കാം. ഗായ്സ്, ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഫോണിൽ പാട്ട് വെച്ച് നോക്കാം വർക്കാവുന്നുണ്ടോന്ന്. ഗായ്സ്, ഇങ്ങനെ വർക്കാവുന്നുണ്ട്. പക്ഷേ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാൻ പോകുന്ന സംഭവം ഇങ്ങനെ വർക്കാവുന്നില്ല. എന്തായിരിക്കും കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യും.